ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ കസ്റ്റമർ എനിക്ക് തന്ന ഓർഡർ ചെയ്ത് ഹലോവിൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളിത് കാണുന്നോട്ട് അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായി കേക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. ഇതിനകത്ത് നമ്മൾ എങ്ങനെ എഡിബിൾ ബ്ലഡ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് എഡിബിൾ ഗ്ലാസ് നമ്മൾ റെഡിയാക്കുന്നത് അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോസ് കാണണേ, അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കാണെങ്കിൽ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി ഹൈറ്റഡ് കേക്ക്, ടോൾ കേക്കിനകത്താണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4 ലെയറായിട്ട് കിട്ടും. അതൊരു ഇച്ചിരി ടോളായിട്ട് വരുമ്പോൾ ഇത് കാണാൻ നല്ലൊരു അടിപൊളി ലുക്ക് വരുത്തിയുള്ളൂ ഇതിന്. അപ്പോൾ ഇച്ചിരി കനം കുറച്ച് 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിനകത്ത് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പഞ്ചൊന്നും അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് അത് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നല്ലതായിട്ട് റിച്ച് ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റിന് വരും കേട്ടോ, അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്രീമിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ, ഒരു നിർബന്ധമില്ല. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കല്ലേ, അപ്പം നമ്മൾ സാധാരണ നോർമലി കേക്കിനകത്താണ് നമ്മളിങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ ഇച്ചിരി ഗനാഷാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നൊന്നുമില്ല, നല്ല റിച്ചായ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇത് കസ്റ്റമർ കൊണ്ടുപോയ കസ്റ്റമർ നല്ല റിവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. ഒത്തിരി ചോക്ലേറ്റ് നമ്മുടെ വേസ്റ്റായി പോകത്തൊന്നുമില്ല കേട്ടോ, നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ പോത്തേ ഉള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മേളിൽ കൂടെ കുറച്ച് 1 ടീസ്പൂൺ നമുക്കിതുപോലെ ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ സ്ട്രോബെറി ക്രഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ചെറീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അകത്ത് ഇടുക. ഇത് കണക്ക് വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 തൊട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യുവാണെങ്കിൽ എത്ര ഇതാണെങ്കിൽ അറിയുന്നവരാണെങ്കിലും കേക്ക് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ക്രംസ് എല്ലാം ഇളകി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് നമുക്ക് ഒത്തിരി കിടന്ന് അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ, എന്നാ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കസ്റ്റമറാണെങ്കിൽ ബോംബെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് 1 മണിക്കൂറത്തെ വഴിയുണ്ടായിരിക്കും, അവിടെ കൊടുക്കാനുള്ള കേക്കായിരുന്നത്. അപ്പോൾ നമ്മളതിനെ ഡെലിവർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെ ഈ ഓർഡർ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യായിരുന്നു കേട്ടോ, ആർക്കും ചെയ്യാണ്ടെന്നുള്ള ഇത് കാരണം. പിന്നെ കുറച്ച് ടൈമേ എനിക്ക് കിട്ടിയുള്ളായിരുന്നു. ആ ടൈം കൊണ്ട് റെഡിയാക്കാനും പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഞാൻ പെർഫെക്റ്റായിട്ട് ആ സമയത്ത് റെഡിയാക്കിയത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അവരെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് കുറേ സമയം പിടിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നല്ല രീതി എനിക്കറിയത്തില്ലായിരുന്നു, എന്നാലും ഞാൻ അവർ പറയുന്നത് മനസ്സിലാക്കി ആ രീതി ഞാൻ ചെയ്ത് കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായിരുന്നു ആയത്. പിന്നെ ടേസ്റ്റും ചെയ്ത് നോക്കി. അവരുടെ ഇവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നല്ലൊരു റിവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അവർക്ക് വളരെ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാണെങ്കിൽ കൂടുതലും സന്തോഷം എന്ന് വെച്ചാൽ ആരും ഈ കേക്കിൻ്റെ ഓർഡർ എടുക്കുന്നില്ലായിരുന്നു, മെയിൻ കാര്യം അതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്തല്ലോ, അത് തന്നെ അവർക്ക് വളരെ സന്തോഷമായി. പിന്നെ നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും വേറെ എക്സ്ട്രാ ബോർഡറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫിനിഷിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എത്രയും നന്നായിട്ട് ഫിനിഷിങ് വരുന്നു അത്രയും അടിപൊളിയായിട്ട് കേക്ക് കാണാൻ ലുക്ക് വരും കേട്ടോ, അത്രയും എടുത്ത് അറിയിക്കും. അപ്പോൾ നന്നായിട്ട് ഞാനാണെങ്കിൽ കാർഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നോർമലി എന്താണെന്നറിയത്തില്ല, സ്ക്രാപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ എൻ്റെ കേക്കിന് ഫിനിഷിങ് വരത്തില്ല. ATM കാർഡ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ എന്നെ കളിയാക്കാറുണ്ട്, അവളുടെ കേക്ക് ഭയങ്കര VIP കേക്ക്, അത് കാരണം കൊണ്ടാണ് ATM കാർഡും കൊണ്ട് അത് ക്ലീനായി കിട്ടത്തുള്ളൂ. അതെന്താണെന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അത് ഫ്രിഡ്ജിന് സെറ്റ് ആവാനായിട്ട് കൊടുക്കാം കേക്ക്. അന്നേരം നമുക്ക് ഗ്ലാസ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് ഞാനാണെങ്കിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 20 ഗ്രാം നമുക്ക് ലിക്വിഡ് ഗ്ലൂക്കോസ് എടുക്കാം. ഗ്ലൂക്കോസ് എടുത്തപ്പോൾ കണ്ടോ, ചൂടുവെള്ളത്തിൽ സ്പൂണ് മുക്കിയിട്ട് ശേഷം വേണേ എടുക്കാനായിട്ട്. ഞാൻ നേരെ എടുത്ത് മുക്കാനായിട്ട് കാരണം കൊണ്ട് അത് ഇങ്ങനെ രണ്ടും കൂടെ ഒട്ടിപ്പിടിച്ച് പോയി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ചൂടായി കഴിയുമ്പോൾ തന്നെ മെൽറ്റായി വിട്ട് വരും കണ്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഒരു ഇളക്കി കൊടുത്തിട്ട് ഒരു തിളച്ച് വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇച്ചിരി വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് തണുത്തതിന് ശേഷം അതൊന്നെടുത്ത് 2ആയിട്ട് നമ്മൾ പൊട്ടിച്ച് വെക്കും. നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സെറ്റാവാനായിട്ട് റെഡിയായെന്നാണ്. നമുക്ക് സെറ്റാക്കി എടുക്കുക. ഒരു അരമണിക്കൂറത്തേക്ക് സെറ്റാവാൻ പുറത്തുതന്നെ വെച്ചാൽ മതി കേട്ടോ. അത് സെറ്റായി കഴിയുമ്പം കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് കൊടുക്കാം.
പിന്നെ സൂപ്പർ റെഡ് കളറിന് കുറച്ച് ഗ്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിനകത്താണെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ ഞാൻ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളാണെങ്കിൽ എഡിബിൾ നമ്മളാണെങ്കിൽ ബ്രെഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കേക്കും വീഡിയോസൊക്കെ ഇല്ലേ, നിങ്ങൾ ഒരു ലൈക്ക് തീർച്ചയായിട്ടും തരണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണും, ഒരു ലൈക്കും പോലും തരത്തില്ലല്ലോ. പ്ലീസ് എല്ലാവരും ലൈക്ക് തരാൻ മറന്നു പോവുക. പ്ലീസ് പറ്റുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.